ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉള്ളിയൊന്നും വഴറ്റാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ബാച്ചിലേഴ്സിനും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മുട്ട പുഴുങ്ങാനായിട്ട് വെക്കുകയാണ്. അതിലേക്ക് ഒരല്പം വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കുക്കറിൽ പുഴുങ്ങിയെടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒറ്റ വിസിൽ മാത്രം വന്നാൽ മതി, അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് മുട്ട ഒന്ന് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ദാ നമ്മുടെ മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയൊന്ന് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ അതേ കുക്കറിലേക്ക് തന്നെ ഒരു 2 സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുക്കർ അടച്ചു വെച്ച് അടുപ്പിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലൊരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ഒന്ന് ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് എഗ്ഗ് ഒന്ന് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചെറിയ തീയിലിട്ട് ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ഉള്ളി, തക്കാളി, അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി ആ ഒരു മിക്സ് ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു മസാലയുടെ ആ ഒരു പച്ചമണമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടും, അതുപോലെ സവോള, തക്കാളി അതിലേക്കൊക്കെ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർന്ന് വരാനും വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് പിന്നെ ഒന്ന് തുറന്ന് ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്, മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി അതിൽ വെളുത്തുള്ളിയൊക്കെ നമ്മൾ അതുപോലെയാണല്ലോ ഇട്ട് കൊടുത്തിട്ടുള്ളത്, ചതച്ചിട്ടൊന്നുമല്ല ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ചേർത്ത് കൊടുത്തിട്ട് മസാലയൊക്കെ അതിൻ്റെ മുകളിലൊന്ന് കോട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ശേഷം വീണ്ടും ഒരു 1-2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച ശേഷം ഓപ്പൺ ചെയ്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും അതുപോലെ ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു മുട്ട റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഈസി ടേസ്റ്റി ആയിട്ടുള്ള ഈ എഗ് റോസ്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കാനും മറന്നു പോകരുത്.